welcome back to my channel. So I am back guys with the കൊമ്പൻ ദാവൂദ് റൈസ് ഓഫ് ഡാൻ. സോ കടാ നമ്മുടെ കൊമ്പൻ ദാവൂദാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഒരു മൾട്ടിപ്ലെയർ മോഡ് കളിക്കാൻ പറ്റുമോ? അല്ല, മേക്കിൾ മോഡ് കളിക്കാൻ പറ്റില്ല. സോ നമുക്ക് കരിയർ പോവാം, നമുക്ക് പുതിയത് എടുക്കാം ഗൈസ്. യുവർ ഗെയിം പ്ലേ വിൽ ബി റീസെറ്റ്, ആർ യു ഷുവർ? പോടാ നമ്മൾ പേൽമറാക്കോട്ട് നമുക്ക് നമ്മുടെ ഏതുവരെ പോവാം? പാളു വരെ പോവാം. പാളു ഇത്തിരി ദൂരമുണ്ട്. ആ കൊള്ള, ഇത്രയും പൈസ കിട്ടും. അവിടെ റിവറൊക്കെ കടന്നിട്ട് വേണം നമുക്ക് പോകാൻ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ 445 ഇങ്ങനെയുണ്ട്. നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടാണ്? പേൽമറാക്ക്, അത് കഴിഞ്ഞ് ജക്കാർത്ത കഴിഞ്ഞ് ബന്ധു കഴിഞ്ഞാൽ യോഗ്യകർത്ത, എന്തൊക്കെ പേരാണ്, മലാങ്, ബാന്യു വാങ്ങി, അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി നമ്മൾ സുരാബിയ എത്തി. സുരാബിയയിൽ നിന്ന് നമ്മൾ ബോട്ട് കയറി നമ്മൾ മക്കാസാറിൽ പോയി, പിന്നെ പാരേപ്പർ, പിന്നെ മമുജു, പിന്നെ പലോപ്പോ. ഇതൊക്കെ ഏതൊരു സ്ഥലം. അത് കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പാളു. സോ നമുക്ക് പോവാം ഗൈസ്. Feeling a little lonely? Step into Avakin Life and meet new friends from all over the world. Jump into the conversation, share a moment, and make real connections that actually mean something. സോ ഗൈസ്, ഇതൊന്ന് ലോഡാവട്ടെ. കഷ്ടകാലം. ഇപ്പോൾ പറയും. ലോഡായേ. മിക്കവാറും ഞാൻ ലോഡും. യെസ് സാർ, നമ്മുടെ ബസ് കൊമ്പനെത്തി ഗൈസ്. കണ്ട വണ്ടി സൗണ്ടൊക്കെ പോയി. കണ്ട സൗണ്ടേ ഇല്ല. മറ്റട്ടാ കൊമ്പനാണ് എളിയാ. അശാക് ലൈലൻഡ്. വേറെ ആൾക്കാർ കയറട്ടെ. ആൾക്കാർ കയറട്ടെ. സ്കിപ്പിടിച്ച് വെറുതെ എന്തിനാണ്? ഓക്കെ ഗൈസ്, നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഇവരുടെ ജക്കാർത്തയിൽ വിടണം. എന്നിട്ട് ജക്കാർത്തയിൽ നിന്ന് അടുത്ത ആൾക്കാരനെ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് അവരുടെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ വിടണം. അങ്ങനെ കുറേ ദൂരം പോകണം. പാളു വരെയാണ് നമ്മുടെ ട്രിപ്പ്. ഫോണൊക്കെ അടിച്ചിട്ട് പോകണം. അതാ എൻ്റെ ഇടയ്ക്കൂടെ ഇന്നോവക്കാരൻ എടുത്തോണ്ട് പോയി. കൊള്ളാം. ഇന്നോവക്കാരൻ നമുക്കിവിടെ നിന്ന് യൂട്ടേൺ ആണ്. ഇവിടെ നിന്ന് എടുക്കാനാണ് പാട്. ഒറ്റത്തിരിക്കില്ല. ഇവിടെ നിന്നൊക്കെ KSRT ഡ്രൈവേഴ്സ് ആയിരുന്നെങ്കിൽ ഇടിച്ചിട്ടില്ല. റിയൽ ലൈഫ് ആയിരുന്നെങ്കിൽ ഇടിച്ച് പൊളിഞ്ഞ് പപ്പടക്കെട്ടായാലും. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് സ്ക്രാച്ച് വരും. അതിനാണ് ഡ്രൈവേഴ്സ് എടുത്ത്. KSRT ഡ്രൈവേഴ്സിനെ പിന്നെ പറയണ്ടല്ലോ, ഒരേ ഓട്ടമാണ്. പറപ്പിച്ചിടാൻ ഗൈസ്. നമ്മുടെ ഇന്ന് ടാസ്ക് എന്ന് പറയുന്നത് പാളു വരെ. അതായത് നമ്മൾ ബോട്ടിലൊക്കെ കയറി പോകണം. അത് കഴിഞ്ഞിട്ട് മക്കാസർ കഴിഞ്ഞിട്ട് കുറേ സ്റ്റേഷൻസൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പാളു. മനസ്സിലായില്ലേ? അപ്പോൾ കുറേ ദൂരം പോകാനുണ്ട്. അത്രയും ദൂരം നമ്മൾ 100% തന്നെ വെക്കണം. ഗൈസ്, നമ്മുടെ ടാസ്ക് പൊളിഞ്ഞു. ഞാൻ പോട്ടാ. 96 എങ്ങനെ ഇരിക്കുന്നു? സോറി ഗൈസ്, നമ്മുടെ ടാസ്ക് പോയി ഗൈസ്. ചുമ്മാ അറിയാം, ടാസ്ക് ഒന്നുമില്ല. നമ്മൾ ജോക്ക് അടിക്കുമ്പോൾ മാസമല്ലേ കണ്ടോ? ഇത്രയും ദൂരം നിന്ന് ലൈറ്റ് അടിച്ചപ്പോൾ ലൈറ്റ് ഫ്ലിക്കർ ചെയ്തുണ്ട്. കൊള്ളാം. Hey guys. Roblox.
നമ്മൾ ലോഡാവാൻ പോകുന്നതേ ഉള്ളൂ, ലോഡാവാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. ഇത്രയും സൗണ്ട് വെച്ചാൽ പോലെ ഗൈസ് എന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്റ്റിയറിംഗ് വീൽ ആരും മറന്നില്ലല്ലോ അല്ലേ? അല്ലേ, സ്റ്റിയറിംഗ് വീലിൽ കളിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം നമ്മുടെ എൻ്റെ അതിനകത്ത് ബസ് സിമുലേറ്റർ ഇന്ത്യ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ അതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് എടുത്ത് ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് കൊമ്പൻ വറ കണ്ടാടാ. എന്തോ ഡ്രിഫ്റ്റാടാ. വണ്ടി ഡ്രിഫ്റ്റായി ബ്രേക്ക് കൊടുത്തു. മഴയല്ലേ, നമ്മൾ ശ്രമിച്ചല്ലേ. ആ കൊള്ളാം, നോ ബ്രേക്ക് ടുഡേ. നമ്മൾ AS റെക്കോർഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. AS റെക്കോർഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അലി 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 അല്ലല്ലേ അടപ്പൊമ്മാലേ അടബൊമ്മാലേ ഫീലിംഗ് ഗുഡ് രാജുവരെ. ബസ് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൊമ്പൻ ഫാൻസ് ഓൾസോ. കൊമ്പൻ ദാവൂദ്. എൻ്റെ കയ്യിൽ യോദ്ധാവുണ്ട്. യോദ്ധാവ് നമുക്ക് ഇന്ന് കൊണ്ടുവരാൻ പറ്റിയ കൊണ്ടുവരാം. ഇന്നലെ നാളെ. അയ്യോ എടോ എടോ, എന്ത് പരിപാടിയാണ് കാണിച്ചത്? നമ്മൾ ലൈറ്റ് അടിച്ചോണ്ടോ? അയ്യോ, എങ്ങനെയാണ്? ഞാൻ മാസം ഡ്രൈവർ തന്നെ അല്ലേ, എന്നെ സമ്മതിക്കണം. അയ്യോ 96 ഉള്ളു. പെട്രോൾ അടിക്കുന്ന കാരണം കണ്ടോ, നമ്മുടെ ലൈറ്റ് ഉണ്ടാക്കാം. ഇടിമിന്നൽ അടിക്കുന്ന പോലെയാണ്. നമുക്ക് പെട്രോൾ അടിക്കാം ഗൈസ്. നമുക്ക് മാക്സ് അടിച്ച് കളയാം. യൂസ് മണിയല്ലേ, കാസ് കാസ്. നല്ല ഡയലോഗ് അല്ലേ? എത്ര കയറും? 200 എത്ര കയറും? എത്ര കയറും? Terima kasih, hati-hati di jalan. ഞാൻ പറഞ്ഞില്ലേ 200. നല്ല ഡയലോഗ്. കൂട്ടാൻ അടിക്കാം. സൗണ്ട് കുറക്കട്ടെ. ഞാൻ നിങ്ങൾക്കത് മറ്റേ ആ ചേച്ചി പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് ഇട്ടിട്ട് അതോ പെട്ടെ. വാടാ കൊമ്പ എടുക്കണം, വാടാ. ലൈറ്റൊക്കെ ഇപ്പം ഇടണോ അതോ രാത്രി വിട്ടാൽ മതിയോ? ഇതൊക്കെ തന്നെയല്ലേ ഏകദേശം രാത്രി ലൈറ്റ് ഇടല്ലേ. ലൈറ്റൊന്നുമില്ല, ഉണ്ട് ലൈറ്റ് ഇട്ട എല്ലാം കൂടി ആട്ട് ആട്ടാണ ഇട്ട വരട്ടെ പോരട്ടെ. എൻ്റെ കയ്യിൽ കുറേ ബസ് ഉണ്ട് ഗൈസ്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഈ വീഡിയോ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാറി മാറി. അയ്യോ ട്രെയിനൊന്നുമില്ലേ? കറക്റ്റ് സമയത്ത് മഴയും പെയ്തു കേട്ടോ. ഏതാ വൈപ്പർ ഇടുമ്പോൾ അപ്പം വരും. അവിടുകൂട് മഴ. ഭയങ്കര ചൂടാണല്ലേ. നിങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ്.
ഫസ്റ്റ് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറൊക്കെ കിട്ടിയവർക്ക് സമയം എന്തൊരു ലക്കാണല്ലേ സത്യം പറയുക. ഞാനിപ്പോൾ വാടകയ്ക്ക് ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. മുകളിലാണെങ്കിൽ വേറെ നിലയുമില്ല. എന്തിട്ട് ഒടുക്കത്തെ ജോലി. പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ AC ഉണ്ട്. അതുകൊണ്ട് സമാധാനം അല്ലേ അല്ലേ. ഇപ്പോൾ ഒരു ആഡ് വരും. എങ്ങനെ ഇരിക്കുന്നു? ആടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നേക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ലൈറ്റ് ഇടുക. അതേ നിൽക്കുള്ളൂ. ഇവിടെ ഒരു ടോളുണ്ട്. ടോള് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാം. കണ്ടില്ലേ, ഈ റൂട്ടൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ പാള് വരെ പോയിട്ടില്ല. ഇത് നമ്മൾ വെച്ച പേൽമരൊക്കെ വിട്ട് ജക്കാർത്ത വരെ പോയിട്ടുള്ളൂ. ഉണ്ടാ പൈസ 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 പൈസയൊക്കെ തീരാറുടെ 3.14 ഉള്ളൂ. പീസ് പീസല്ലേ ഇന്തോനേഷ്യല്ലേ. ഇന്തോനേഷ്യയിൽ 6 റുപ്യ വെച്ചിരുന്നു. നമുക്ക് മനസ്സിലാവാനിരിക്കട്ടെ. ഇന്തോനേഷ്യൻ്റെ കറൻസിനെന്താ പറയണമെന്ന് പറയണേ എനിക്കറിയില്ല. കണ്ടാ പഠിപ്പി കമൻറ്റ് ചെയ്യണേ. എന്താ ഇത് ഒടുക്കത്തെ ആള് മാറുക ചേട്ടാ. അവിടെ മാറാനും പറ്റില്ല. നമ്മൾ തന്നെ ഓട്ടയ്ക്ക് വിട്ട് പോകാതെ കൊണ്ടിടിച്ച് അതിനിരിക്കുന്നു. ആ ഹൈവേ ഇവിടെ എന്ത് പരിപാടിയുടെ കാണിച്ചു തേങ്ങ. ആ ബസ്സുകാരെ മാറി തന്നു. ആ ട്രക്കുകാരൻ്റെ ഷോ കാണിച്ചുണ്ട്. പാവം ബസ്സുകാരൻ മാറാ ട്രക്കുകാരൻ മാറാ വഴി. അതാ ഇപ്പൊ നമുക്ക് അടുത്ത ട്രക്കുകാരൻ നമ്മള് ട്രക്കുകാരനെ പേടിച്ചോണ്ടിരുന്നു. ട്രക്കുകാരൻ നമ്മളെ പേടിക്കണം. അതാണ് കൊമ്പൻ കിട്ടാനുള്ള കൊമ്പൻ്റെ പവറേ. ഒന്നുമല്ല കൊമ്പൻ്റെ പവർ. ലൈറ്റൊക്കെ ഇടണം. ആ ലൈറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷെ എന്തൊക്കെയാ പറയണം. കണ്ടില്ലേ എൻ്റെ കൊമ്പൻ. എൻ്റെ ബ്രേക്ക് പറഞ്ഞ ഇച്ചാർജ് ബ്രേക്കാണ്. അല്ല നമ്മുടെ കൊമ്പൻ. അതും കൂടി ഇടാം. അങ്ങനെയുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇല്ലേ. ഇനി ഹസാർഡായിട്ട് ഇടുമ്പോൾ നോക്കണം. കണ്ട എല്ലായിടത്തും ലൈറ്റ് എത്തി. ആ ലൈറ്റൊക്കെ നോക്കണ്ട. അകത്തൊന്നും ലൈറ്റ് എത്തണം. കൊമ്പൻ യോദ്ധാവിൽ ഇതിൻ്റെ അകത്ത് മറ്റേ ലേസർ ലൈറ്റൊക്കെ അകത്തും. അത് ഞാൻ കൊമ്പൻ യോദ്ധാവ് എന്നിട്ട് കാണിച്ചിരാം. അങ്ങനെ വെറുതെ ഒന്ന് കാണിച്ചിരാം. ഇപ്പോഴല്ല പിന്നെ. ഓക്കെ, ഇപ്പോൾ ഇൻറ്റീരിയർ വ്യൂ. അപ്പോൾ ഇൻറ്റീരിയർ വ്യൂ വേണ്ട. ഹസാർഡായിട്ട് ഇട്ടിപ്പോൾ ഇൻറ്റീരിയർ വ്യൂ പാടില്ല. അതെ ഹസാർഡായിട്ട് ആക്കാം. ഇനി ആക്കട്ടെ. ലൈറ്റ് ഫ്ലിക്കർ ചെയ്യില്ലല്ലോ. എന്നിട്ട് അവർ മറത്തുന്നു. ഞാൻ കാണിച്ചു തരാമേ. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഉണ്ടോ ഇപ്പം മാറിത്തന്നു. ഇനി ഇങ്ങനെ ഇട്ടിട്ട് ലൈറ്റ് ഫ്ലിക്കർ ആവുന്നില്ല. കാണിച്ചു തരാം. കണ്ടോ ആള് മാറത്തുന്നു. വേറെ ബസ് കാണിച്ചു തരാമേ. നോക്കണേ. കണ്ടോ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യില്ലല്ലോ. ചേട്ടാ ഗ്ലിച്ചെന്നല്ല ഉണ്ടാവും.
ആരും നല്ല ഷോ ഉണ്ട്. ഞാനേ താമസിച്ചു, ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ബസ് കയറുന്നത്. 162 കൊമ്പൻ ബസ്സിൽ സ്പീഡ് ഉണ്ടോ? കയറി നോക്ക്. രാത്രി നമുക്ക് ഫുള്ളായിട്ട് അയ്യോ എടാ 95. 90 മാറാൻ പാടില്ല. 90 മാറിയ ഈ വീടുണ്ട്. സത്യമാണേ, ഞാൻ പ്രോമിസാണേ. ഞാൻ ഇവിടെ ലൈറ്റ് അടിച്ചിട്ട് ഇവിടുത്തെ ട്രക്കുകാരൻ മാറില്ല. അന്ന് അച്ചയുള്ള ഒരു ട്രക്കുകാരൻ മാറി. എന്താടാ എന്തൊക്കെയാ സംഭവിക്കുന്നത്? വീണ്ടും മഴ. വൈപ്പർ ഓഫ് ചെയ്യുമ്പോൾ മഴ പെയ്യും. നിങ്ങൾക്കൊരു കാര്യം അറിയണം, ഞാൻ ഇപ്പോൾ ഇവിടുത്തെ വൈപ്പർ ഓഫ് ചെയ്തിട്ടുമ്പോൾ മഴ പെയ്യും. മഴ പോയിട്ട് അയ്യോ അവ ഇപ്പോൾ സ്പോണായതാണ്. ഇപ്പോൾ സ്പോണായതാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ മഴ തീർന്നിട്ട് നമ്മൾ വൈപ്പർ ഇട്ടുകൊണ്ടിരിക്കും. അത്രയും നേരം മഴ പെയ്യൂല. എന്നിട്ട് വൈപ്പർ നമ്മൾ വൈപ്പർ ഓഫാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് വൈപ്പർ ഓഫാക്കുമ്പോൾ മഴ പെയ്യും. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഓരോ ഗെയിമിൻ്റെ ഗ്ലിച്ച്. പിന്നെ ഗ്രാനിലൊരു ഗ്ലിച്ചുണ്ട്. അത് എനിക്ക് മാത്രം വരുന്ന ലക്കാണെന്ന് പറഞ്ഞൂടാ. നമ്മൾ ബെഡിൻ്റെ അടിയിൽ ഒളിക്കുമല്ലോ, നമ്മൾ സ്പോണാണ് സ്ഥലത്ത് ബെഡിൻ്റെ അടിയിൽ ഒളിക്കുമല്ലോ. ആ ബെഡിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ ബെഡ് ഒളിച്ച് എഴുന്നേറ്റ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഗ്രാനി അവിടെ തന്നെ നിൽക്കും. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോഴല്ല, കുറച്ച് ശരി റേഡിയോ ഒക്കെ ഇടണമായിരുന്നു. കൊള്ളാം. അയ്യോ മാറ്റടാ. സമാധാനം. പേടിച്ചു. നമുക്ക് ബസ്സിൽ പാട്ടിട്ടുകൊണ്ട് പോകാൻ പറ്റുമെന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സാർ we are back at കൊമ്പൻ. നമ്മളതിൻ്റെ പാസഞ്ചേഴ്സിനെ റിട്ടേൺ ചെയ്യാൻ പോകുന്നു. നമ്മൾ ഇപ്പോൾ എവിടെ എത്തിയത്? നമ്മൾ ജക്കാർത്ത സ്റ്റേഷനാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ മഴ തരുന്നല്ലോ. ഞാൻ ഇപ്പോൾ വൈപ്പർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം വൈപ്പർ ഇട്ടു. കുറേ നേരം കഴിഞ്ഞാൽ വിളിച്ച് നോക്കുള്ളൂ. നോക്കട്ടെ.
വിളിച്ച് വെക്കാമെന്ന് കാണിച്ചു. അയ്യോ എടാ എടാ ഇതെന്ത് മായാജാലം ഇതെന്തിനു മായാജാലം ഇതെന്തിനു മായാജാലം എന്തിനു നമുക്ക് ഇതിൻ്റെ അകത്തൂടെ പോകാം വിളിച്ച് ജസ്റ്റ് ഞാൻ ഉണ്ടായിരിക്കുന്നുണ്ടെന്ന് തോന്നില്ലേ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് കേട്ടോ ആരും കേട്ടില്ലല്ലോ ഏകദേശം എക്സ്ട്രോവേർട്ടാണ് കണ്ടോ എൻ്റെ കയ്യിൽ മിഠായിരിക്കണ്ടേ നോക്കണം വീട്ടിൽ വരുമ്പോൾ കാണിച്ചു അയ്യോ ഓരിപ്പോൾ പോയിക്കാനുള്ള സമയമില്ല കൊമ്പനാണ് കയ്യിലിരിക്കുന്നത് ഞാൻ ഇപ്പോൾ വൈപ്പ് ഓഫാക്കിയ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും എന്നിട്ടാണ് നമ്മൾ വെക്കാത്ത സ്റ്റേഷനൊക്കെ ബസ്സുമിലായിട്ട് ഇന്തോനേഷ്യ ആരൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് ഒന്ന് പറയണേ ഈ ഗെയിം ആർക്കൊക്കെ അറിയാം ആരൊക്കെ കളിച്ചിട്ടുണ്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ പറയല്ലോ അറ്റൻഷൻ പ്ലീസ് അല്ലേ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വി അറൈവ്ഡ് അറ്റ് ഏത് സ്റ്റേഷനാണ് ആ സ്റ്റേഷൻ്റെ പേര് അയ്യോ ലൈറ്റ് കണ്ടില്ല ഈ സമയത്തൊക്കെ വേണം ലൈറ്റ് ഇടാൻ ഇനി നമുക്ക് പോകാനുണ്ട് മനസ്സിലായി ഈ സമയത്തൊക്കെ ലൈറ്റ് ഇടണം മനസ്സിലാ ഇതൊക്കെയാണ് കൊമ്പൻ കണ്ടല്ലേ കൊമ്പൻ ഗൈസ് നിങ്ങൾക്കൊരു പാട്ട് പറഞ്ഞുതരാം ബസ്സിലിടാനുള്ള പാട്ടാണ് ബസ് ഡ്രൈവേഴ്സിൻ്റെ അടുത്താണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് ഓക്കെ ആ പാട്ടിൻ്റെ പേര് സൗത്ത് മെഗാ മാഷപ്പ് ഒരു റീമിക്സ് ആണ് ആർക്ക് കേട്ടിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല മിക്കവരും കേട്ടിട്ടുണ്ടാവും അറിയാത്തവർക്കാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ കൊമ്പൻ ഫാൻസിന് വേണ്ടിയിട്ടാണ് കൊമ്പൻ കൊണ്ടുവന്നിരിക്കുന്നത് ട്രിപ്പ് ചെയ്ത് ഒരു നമ്മുടെ വീട് എത്ര മിനിറ്റായി 25 ഇത്ര മിനിറ്റായോ
നമുക്ക് ടൈമൊന്നും വിഷയമല്ലേ. ലൈറ്റ് ഇടണോടി. എന്തായാലും സ്ട്രീറ്റ് ലൈറ്റ്സ് വരുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് പോകും. ഇൻറ്റീരിയർ ടോക്കൻ ഓട്ടിക്കുമ്പോൾ ഹസാർഡ് ലൈറ്റ് ഇട്ടോളാം. എന്നിട്ട് ഇതേപോലത്തെ സൗണ്ട് കേൾക്കും. ഞാൻ കാണിച്ചത് കേൾക്കണോ? റിപ്പയർ ഷോപ്പല്ലേ? ഇവിടെ റിപ്പയറിംഗ് ഒന്നും ഇല്ലേ? കൊള്ളാം. എങ്ങനെ ഇരിക്കുന്നു? വണ്ടി പാർക്ക് ചെയ്തറാ. ഓക്കെ, എവിടെയെങ്കിലും കൊണ്ടിരിക്കാം. കൊണ്ടാ പറഞ്ഞില്ലേ ഇതിലേക്ക്. വെറുതെ ഇടിച്ചിട്ട് എന്തിനാണ് ചാലഞ്ച് ആണല്ലോ. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പിടിച്ച് എന്നിട്ട് കൈ വേറെ സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോകണേ. ഞാൻ ഇപ്പോൾ കൈ വേറെ സ്ഥലത്താണ് വെച്ചേക്കണം. ഇപ്പോൾ പോയി. ഞാൻ കൈ വിട്ടപ്പോൾ പോയി. ഉണ്ടോ? കൈ കൊണ്ടുപോകുമ്പോൾ വൈപ്പർ. ഇതിന് വൈപ്പർ ഇടുമ്പോൾ മേളത്തെ സാധനമൊന്നും പോകാത്ത എന്താണ്? നാളെ നമുക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പൈലറ്റ് ട്രെയിനിങ് ഫ്ലൈറ്റ് സിമുലേറ്റർ കളിക്കാം. PTFS അല്ലെങ്കിൽ ഇന്ന് നമുക്ക് TSP കളിച്ചാലോ? ഓക്കെ, TSPയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമല്ലോ. ഗെയിമേഴ്സിനെ മെയിനായിട്ട് അറിയാമായിരിക്കും. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ വേറെ പാർട്ടായിട്ട് ഇടാം. ഇപ്പോൾ തന്നെ ടൈം കൂടുതലായി. നമ്മുടെ വണ്ടി നിർത്താനുള്ള സമയം. വണ്ടിയൊക്കെ പൊടിയടിച്ച് ഇതൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ടല്ല, നമ്മുടെ ടൈം കഴിഞ്ഞു. ടൈം കൂടിപ്പോയി. ഇപ്പോൾ തന്നെ ഒരു 28:59 ആയി. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. സോ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.